വള്ളികുന്നം കൽത്തുളത്താൽ പാലം ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ താമരക്കുളം റോഡിലാണ് പാലം. സംസ്ഥാന ബജറ്റിൽ നിന്നും 4.52 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഓച്ചിറ താമരക്കുളം റോഡിൽ പുതുക്കിപ്പണിത ഇലിപ്പിക്കുളം വിവേകാനന്ദ ജംഗ്ഷന് സമീപത്തെ കൽക്കുളത്താൽ പാലത്തിന്റെ ഉദ്ഘാടനം നടത്തി. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സുജാസാന്റെ വീടിന്റെ അങ്ങോട്ട് പോകുന്ന ദൈവപുരയ്ക്കൽ പാലം, ആ പാലത്തിന് ഈ വളവിനായതുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കണം. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് കല്ലുകളെല്ലാം വിട്ടിട്ടുണ്ട്. ഒരു ഗവൺമെന്റിന് തുടർച്ച വീണ്ടും ഉണ്ടാകുമ്പോൾ 1.5 വർഷം കൊണ്ട് ദൈവപുരയ്ക്കൽ പാലവും യാഥാർത്ഥ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. 4.5 കോടി രൂപ ദൈവപുരയ്ക്കൽ പാലത്തിനും നമുക്ക് അനുവദിച്ചതിന്റെ സ്ഥലമേറ്റെടുത്ത് പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പറഞ്ഞത് ചത്തിയളപ്പാലം, കൽക്കുളത്താൽ പാലം, ദൈവപുരയ്ക്കൽ പാലം, 3 പാലങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുവദിക്കുകയും 2 പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു പാലം കക്കുറുമ്പ് പാലമാണ്. കക്കുറുമ്പ് പാലത്തിനും ഈ ഗവൺമെന്റിന്റെ കാലത്ത് 65 ലക്ഷം രൂപ അനുവദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP CS സുജാത, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അനു, പഞ്ചായത്ത് പ്രസിഡന്റ് C അനിത, B രാജലക്ഷ്മി, D രോഹിണി, ഗീതാ മധു, K മൻസൂർ, K ജയമോഹൻ, N മോഹൻകുമാർ, ഷിജി കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ബജറ്റിൽ 4.52 കോടി രൂപ ചെലവഴിച്ചാണ് പാലം വീതി കൂട്ടി പുനർനിർമ്മിച്ചത്. 20 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചത്. അതിൽ 7.5 മീറ്റർ കാരേജ് വേയും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം വീതിയിൽ നടപ്പാതയുമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, വള്ളികുന്നത്തുകാരായ ഞങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു കൽക്കുളത്താൽ പാലം പുതുക്കിപ്പണിയുക എന്നുള്ളത്. കേരള ഗവൺമെൻറ് 4.52 കോടി രൂപ അനുവദിച്ച് പാലം പുതുതായി പണി കഴിപ്പിച്ചിരിക്കുന്നു. ഈ രൂപത്തിൽ ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ പരിശ്രമം നടത്തിയത് നമ്മളുടെ പ്രിയങ്കരനായ MLA സഖാവ് MS അരുൺകുമാറാണ്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് അരുണിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പാലത്തിന് ആവശ്യമായിട്ടുള്ള പണം അനുവദിക്കുകയുണ്ടായി. ത്രിതല പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA ഫണ്ടൊക്കെ ഉൾപ്പെടെ തന്നെ നേടിയെടുത്തുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാക്കുക. അത്തരത്തിൽ എല്ലാ ജനപ്രതിനിധികളും വള്ളികുന്നം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.